ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സിബിഐയെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇരട്ട പ്രഹരം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ കൊലപാതക കുറ്റം ചുമത്തി സിബിഐ കുറ്റപത്രം സമർപ്പിച്ചതുവഴി സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി. ഷുക്കൂർ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF നേതാവായിരുന്നതിനാൽ UDFനോ കോൺഗ്രസിനോ ഈ നടപടിയെ തള്ളാനാവില്ല. അങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷിയെ വീഴ്ത്തി രാഷ്ട്രീയ വിജയം കൂടിയാണ് BJP നേടിയിരിക്കുന്നത്. CPM കല്യാശ്ശേരി MLA TV രാജേഷിനെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതിനാൽ CPM വലിയ പ്രതിരോധത്തിലാണ്. പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. അത്രയ്ക്ക് അവരെ ഇത് തളർത്തിയിരിക്കുന്നു. CBI ഉപയോഗിച്ച് CPMനെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന CPM നേതാവ് MV ഗോവിന്ദൻ ആരോപിക്കുന്നെങ്കിലും അത് ഏശിയില്ല. കാരണം ഇത് അഴിമതി കേസല്ല, കൊലക്കുറ്റമാണ്. CBI കുറ്റപത്രം സ്വാഗതം ചെയ്യുന്നെന്നും കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുണ്ടാപ്പട പ്രവർത്തിക്കുന്നെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിച്ചാൽ CPM നേതാക്കൾ അകത്താകുമെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. ഇത് BJPക്ക് കിട്ടിയ ഗുഡ് സർട്ടിഫിക്കറ്റാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ BJPയും കോൺഗ്രസും ചേർന്ന് CPMനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേസ് കുത്തിപ്പൊക്കിയതെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് സാധാരണമാണെന്നുമാണ് TV രാജേഷ് MLA പ്രതികരിച്ചത്. ഷുക്കൂർ വധത്തിലും BJP നേതാവായിരുന്ന കതിരൂർ മനോജ് വധത്തിലും BJPയും CPMും ഒത്തുകളിച്ചെന്ന് UDF ആരോപിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ താരതമ്യേന കുറഞ്ഞ വകുപ്പുകൾ പി ജയരാജനും TV രാജേഷിനുമെതിരെ ചുമത്തിയത്. ഇതിനെതിരെ BJPക്കുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. എന്നാൽ ശബരിമല സമരത്തെ തുടർന്ന് K സുരേന്ദ്രനും RSS പ്രവർത്തകർക്കുമെതിരെ CPM സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. അതാണ് BJPയെ ചൊടിപ്പിച്ചതെന്ന് CPMലെ ചില നേതാക്കൾ ആരോപിക്കുന്നു. CPMന് രാഷ്ട്രീയപരമായി തിരിച്ചടി നൽകേണ്ട കാലം അതിക്രമിച്ചെന്ന് BJP സംസ്ഥാന നേതാക്കളിൽ പലരും മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ഷുക്കൂർ വധത്തിൽ പി ജയരാജന് പങ്കുണ്ടെന്ന് CBIക്ക് അറിയാമായിരുന്നെങ്കിലും രാഷ്ട്രീയ താൽപര്യത്തിന് അവർ ആദ്യം വഴങ്ങി. ഇപ്പോഴത്തേത് രാഷ്ട്രീയ താൽപര്യമാണെന്ന് പറയാമെങ്കിലും പഴുതടച്ച കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിനെ കോടതിയിൽ നേരിടുക ബുദ്ധിമുട്ടാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പി ജയരാജനും അത്ര രസത്തിലല്ലെങ്കിലും ഈ കേസിനെ പാർട്ടി എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാനുള്ള നീക്കമാണെന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. അത് പൊതുജനം വിശ്വസിക്കുമോ എന്നും കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.